നിശ്ചയമായും ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടുകൂടി കൂടുതൽ പ്രോഡക്ട്സ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ, പാൽ ഉൽപ്പന്നങ്ങൾ, വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ വിപണിയിൽ ഏറ്റവും നല്ല നിലയിലുള്ള ഒരിടപെടൽ നടത്താനും ഈ യൂണിയന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാല് ഉൽപാദന കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തതയിലെത്തിയിട്ടില്ല. സ്വയം പര്യാപ്തതയിലെത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർഷകന് ന്യായമായ വില ലഭിക്കണം എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വില വർധനവിന് 2 പ്രാവശ്യം ഗവൺമെന്റ് അംഗീകാരം നൽകിയത്. അത് പാൽ ഉൽപാദനം വർദ്ധിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. നമുക്ക് തുടർന്നും ഈ മേഖലയ്ക്ക് ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം നേടുന്നതിന് ഗവൺമെന്റും മിൽമയും പ്രാദേശിക സംഘങ്ങളും കർഷകരും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ, യോജിച്ച പ്രവർത്തനം നടത്തിയേ മതിയാക്കും. ആ വലിയ ലക്ഷ്യം നേടാൻ ആ കാര്യത്തിൽ മിൽമയും മേഖലാ യൂണിയനുകളും പ്രാദേശിക സംഘങ്ങളും ചെയ്യുന്ന നല്ല പ്രവർത്തനം ഞാൻ എടുത്തു പറയാനും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ക്ഷീരോത്പാദക രംഗത്ത് കർഷകന് പരിഗണന നൽകാൻ, അംഗീകാരം നൽകാൻ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ സഹകരണ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി കർഷകന് ആത്മവിശ്വാസം വളർത്തി സ്വയം പര്യാപ്തതയിലെത്തുന്ന അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.